കേരളത്തിലിപ്പോൾ കനത്ത ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാനായി നിരവധി ആളുകളാണ് ഊട്ടിയിലെത്തുന്നത്. ഈ തിരക്കിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു പ്ലേസാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമ്മുടെ ഊട്ടിയിലെ മേൽക്കാവട്ടിയിലുള്ള ബ്രിട്ടീഷ് കോൺട്രി എന്ന റിസോർട്ടാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈ മലയാളി മാനേജ്മെൻറ്റിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ബ്രിട്ടീഷ് കോൺട്രി റിസോർട്ടിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ് നമുക്കിവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് നമുക്ക് തന്നെ കണ്ടറിയാം. നമ്മുടെ ഈ ബ്രിട്ടീഷ് കോൺട്രി എന്ന റിസോർട്ടിലേക്ക് എത്തുമ്പോൾ, ഇതിൻ്റെ ഈ സ്യൂട്ട് റൂമിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ ഒരു പ്രകൃതി, ഊട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട കൃഷിയിടമായ ഈ ക്യാരറ്റ് കൃഷി നമുക്ക് നേരിട്ട് കാണാം. നേരം വെളുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ചുറ്റിക്കറങ്ങി കാണാം. കൂടാതെ നമ്മളെ ഈ പാർക്കുകൾ, ബോട്ടണി ഗാർഡൻ, കർണാടക പാർക്കൊക്കെ 4-5 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ആ തിരക്കിൽ നിന്നൊക്കെ മാറിയാണ് നമ്മുടെ ഈ ബ്രിട്ടീഷ് കോൺട്രി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഈ ബ്രിട്ടീഷ് കോൺട്രി റിസോർട്ടിലെ ഒരു സ്യൂട്ട് റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. 2 കിങ് സൈസ് ബെഡുകളാണ് നമ്മളിവിടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം നമുക്കൊരു 8ഓളം ആളുകൾക്ക് നമുക്കിവിടെ താമസിക്കാം. കൂടാതെ ഒരു നല്ല ബാത്റൂം, നല്ലൊരു ബാത്റൂം സൂട്ട് റൂമിൽ ഗസ്റ്റുകൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ ഹോട്ട് വാട്ടർ 24 മണിക്കൂറും വരുന്ന ഹോട്ട് വാട്ടർ, പിന്നെ ചിൽഡ്രൻസിനുള്ള പ്രത്യേക ബാത്ത് ഡബ്ബകൾ, ഷവർ എന്നിവയെല്ലാം ഒരുക്കിയിട്ടുണ്ട്. ഈ സൂട്ട് റൂമിന്റെ മറ്റൊരു പ്രത്യേകത എന്നാൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും 2 ഭാഗത്തും ബാൽക്കണികളുണ്ട്. അപ്പോൾ ഈ ഭാഗത്തുള്ള ബാൽക്കണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് നല്ലൊരു വ്യൂസ് തന്നെ നമുക്ക് പ്രധാനം കാണുന്നുണ്ട്. കാരണം നമ്മുടെ നിരവധി കെട്ടിടങ്ങൾ, അതായത് നമ്മുടെ ഈ കർഷകരെന്ന് തോന്നുന്ന നിരവധി കെട്ടിടങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ കഴിയും. രാവിലെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ലൊരു കോട ഇറങ്ങുന്ന പ്രതീതി. ബ്രിട്ടീഷ് കോൺട്രി റിസോർട്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ബോട്ടണി ഗാർഡൻ, കർണാടക പാർക്ക്, ഇതൊക്കെ ഒരു 3-4 കിലോമീറ്ററിന്റെ ചുറ്റളവിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ നഗരത്തിന്റെ തിരക്കിൽ നിന്ന് മാറി, ഒഴിഞ്ഞു മാറി നമ്മളെ കുടുംബസമേതം നമ്മളെ കുട്ടികളുമായി വന്ന് ഇവിടെ ഇരുന്ന് നല്ലൊരു വീടിന്റെ, നമ്മുടെ നാട്ടിലെ വീടിന്റെ ഒരു അന്തരീക്ഷത്തിൽ കഴിഞ്ഞ് പിന്നെ റെസ്റ്റോറൻറ്റിൽ നല്ല ഭക്ഷണം, നാടൻ ഭക്ഷണം ചുരുങ്ങിയ ചിലവിൽ
അതായത് ഏറ്റവും നല്ല ചുരുങ്ങിയ ചിലവിൽ ചെറിയ ഇപ്പോൾ ഉച്ചക്കത്തെ മീൽസ് നല്ല മീൽസ് വെജിറ്റബിൾ മീൽസ് 120 രൂപയാണ് പറഞ്ഞത്. 120ഓളം രൂപ രാത്രി നമുക്ക് റൂമിൽ എത്തിച്ചു തരുന്നുണ്ട് അവിടെ വരാം. അതല്ല കുടുംബസമേതം റെസ്റ്റോറൻറ്റ് പോയി കഴിക്കണമെങ്കിൽ അവിടെ കഴിക്കാം. നല്ല തലശ്ശേരി ബിരിയാണി, നാടൻ ബിരിയാണി, അതായത് വിദേശ രാജ്യങ്ങളിൽ പ്രവൃത്തി പരിചയമുള്ള ഷെഫുകളാണ് ഇവിടെ ഭക്ഷണം ഒരുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകതയാണ്. കാരണം ഇവിടെ ഈ ബ്രിട്ടീഷ് കോണ്ടി റിസോർട്ട് അല്ലാതെ നിരവധി റിസോർട്ടുകൾ ഉണ്ടെങ്കിലും അവിടെ നിന്നെല്ലാം ആളുകൾ ഗസ്റ്റുകൾ ഭക്ഷണം കഴിക്കാൻ എത്തുന്നത് നമ്മുടെ ഈ ബ്രിട്ടീഷ് കോണ്ടി റിസോർട്ടിലാണ്. അപ്പോൾ എല്ലാവരും, അതായത് ബ്രിട്ടീഷ് കോണ്ടിയിൽ എത്തുന്ന എല്ലാ ഗസ്റ്റുകളും ഏറെ സന്തോഷത്തിലാണ്. ഭക്ഷണത്തിലും നമ്മുടെ ഈ ആസ്വാദനത്തിലും. അതായത് ബ്രിട്ടീഷ് കോണ്ടിൻ്റെ ഏത് റൂമിലും, സൂട്ട് റൂമല്ല, ഒരു സാധാരണ റൂമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള ഈ സാധാരണ റൂമിൻ്റെ 4 ഭാഗം പോലും നമുക്ക് കാഴ്ചകൾ ഒരുക്കുകയാണ്. അതിനുള്ള സീറ്റിങ്ങുകളും അവർ ഒരുക്കിയിട്ടുണ്ട്. ഒരു റൂമിൽ അടഞ്ഞ് ഒതുങ്ങിക്കൂടാതെ പുറത്ത് അവർക്ക് വിശാലമായി നടക്കാനും അവർക്കുള്ള കളിക്കാനും ഊഞ്ഞാലുകൾ ഫാമിലിക്കടക്കമുള്ള ഒരു സൗകര്യം, അത് കുറഞ്ഞ നിരക്കിൽ. അതായത് പുറത്തൊക്കെ ഡബിൾ ചാർജ് കൊടുക്കുമ്പോൾ ഇവിടെ നമുക്ക് ചെറിയൊരു ചാർജിലാണ് ബ്രിട്ടീഷ് കോണ്ടി റിസോർട്ട് നമുക്ക് റൂമുകൾ ഒരുക്കിയിട്ടുള്ളത്. we have 24 rooms. இங்கே வரும்போது கெஸ்ட்டுங்க பார்க்குறதுக்கு நல்ல வியூஸ் இருக்குது. அது இல்லாமல் கிட்ஸ் ப்ளே ஏரியாஸ் இருக்குது. உள்ளே நமக்கு நல்ல ரெஸ்டாரண்ட் இருக்குது. ஷெஃப்ஸ் ஆர் குக்கிங் குட். நல்ல பிரியாணி கிடைக்கும், உங்களுக்கு நாடன் பிரியாணி கிடைக்கும். ஆல் கைண்ட் ஆஃப் ஃபுட் இஸ் அவைலபிள் ஹியர். சைனீஸ் அண்ட் ஆல் கைண்ட் ஆஃப் ஃபுட் இஸ் தேர். அது இல்லாமல் நமக்கு ஊட்டியிலேருந்து 4 kilometers அவே ஃப்ரம் ஊட்டி டவுன். ஸோ இந்த ஏரியா பார்த்திங்கன்னா ரிமோட் ஏரியாவாக இருக்கிறனால இட்ஸ் அவே ஃப்ரம் ஊட்டி டவுன் ரஷ். அதனால் யூ கெட் அ குட் கம்ஃபர்டபுள் ஸ்டே ஹியர். ஆல்சோ இங்கே பக்கத்துலேயே கர்நாடகா பார்க் இருக்குது, போட் ஹவுஸ் இருக்குது. ஆல் கைண்ட் ஆஃப் வியூஸ் ஆர் அவைலபிள் ஹியர். இங்கே ஸ்டே பண்ணும்போது ஈச் அண்ட் எவ்ரி ரூம் ஹேஸ் லாபீஸ், செப்பரேட் லாபீஸ். அதனால் உங்களுக்கு நல்ல ப்ரைவசி டைம் இருக்குது. கேம்ப் ஃபயர் இருக்குது. நீங்கள் நல்லா என்ஜாய் பண்ணுறதுக்கு அல்ஃபாம் அண்ட் பாபிக்யூ எவ்ரி திங் இஸ் அவைலபிள் ஹியர். அவே ஃப்ரம் ஊட்டினாலுமே எல்லா ஃபெசிலிட்டிஸுமே உங்களுக்கு இங்கே நம்ம ரெசார்ட்குள்ளேயே அவைலபிளாக இருக்கும். ஃபேமிலி கெஸ்ட்ஸ் வரும்போது உங்களுக்கு குழந்தைங்க நல்லா விளையாடுறதுக்கான ஸ்பேஷியஸான ஃபுல் ஏரியா இருக்குங்க. அதுவும் இல்லாமல் நைட் டைம்ஸில் உங்களுக்கு நல்ல கேம்ப் ஃபயரோட அந்த ஆம்பியன்ஸ் கிடைக்கும், மியூசிக் இருக்குது. ஆல் திங்ஸ் ஆர் அவைலபிள். We have 3 types of room categories, starting from deluxe, premium and suite rooms. Deluxe rooms are located in ground floor. அங்கேருந்து நல்ல வியூ இருக்கும், ப்ளே ஏரியாஸ் பக்கத்தில் இருக்கும். ரூம்குள்ளே உங்களுக்கு செப்பரேட் லாபி அண்ட் பால்கனி ஃபெசிலிட்டிஸ் இருக்குது. ஸோ ரூம்குள்ளே உங்களுக்கு இந்த குளூரில் பார்த்தீங்கன்னா டீ காஃபி மேக் பண்ணணுன்னா எவ்ரி திங் இஸ் அவைலபிள் இன்சைட் த ரூம் இட் செல்ஃப். யூ நீட் நாட் கம் அவுட் அண்ட் ஆஸ்க் ஃபார் த ரெஸ்டாரண்ட் அண்ட் எவ்ரி திங். And also premium rooms are located in the first floor prime views. Prime views உங்களுக்கு கிடைக்கும், நைட் வியூஸ் செம்மையாக இருக்கும். அங்கேருந்து நீங்கள் நல்லா என்ஜாய் பண்ணலாம், உங்களோட ஸ்டே வந்து செம்மையாக இருக்கும். கப்புள்ஸுக்கு சூப்பரான ரூம்ஸ் வந்து ப்ரீமியம் ரூம்ஸ்.
And family double rooms are available. We have double bedded facility. ஃபேமிலியோடு நீங்கள் வரும்போது ஸ்யூட் ரூம்ஸ் சூஸ் பண்ணிங்கன்னா அந்த ரூம்லேயும் சேம் கைண்ட் ஆஃப் ஃபர்ஸ்ட் ஃப்ளோரில் நல்ல வியூஸ் இருக்க ரூம்ஸ் இருக்குது. ഇവിടെ പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ശരിക്കും റിലാക്സ് ആവാം, കാണാലോ ഇവിടുത്തെ ഭംഗി. പിന്നെന്താ പറയുക, ഒച്ചപ്പാടും കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് റിലാക്സ് ആവാം. നല്ല വ്യൂ ആണ് റൂമിൽ നിന്ന്. ഞങ്ങൾ ഹാപ്പിയാണ്. എല്ലാവരും വളരെ ഹാപ്പിയാണ്. വളരെ എന്താ പറയുക, സിറ്റിയിൽ നമ്മൾ താമസിക്കുന്നതായിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ, ക്ലൈമറ്റ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. ഞങ്ങൾ നല്ല ഹാപ്പിയാണ്. ഫാമിലി എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഇന്നും വരാനുള്ള ഉദ്ദേശമുണ്ട്. നല്ല അഭിപ്രായം. നമുക്കിവിടെ ഊട്ടിയിൽ ഫ്ലവർ ഷോ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ ടൗണത്തെ തിരക്കുകളൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് പ്രോപ്പർട്ടിക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ഗൂഡല്ലൂരിൽ നിന്നൊക്കെ വരുമ്പം നമ്മുടെ പൈക്കര കഴിഞ്ഞ് ഒരു ഷൂട്ടിംഗ് പോയിൻ്റ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 12 കിലോമീറ്റർ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലമെത്തി, മേൽക്കവട്ടി എന്ന് പറഞ്ഞ സ്ഥലമെത്തി. ഊട്ടിയിൽ ടൗണിലെ തിരക്കുകൾ അങ്ങനെ ആ വഴിയുടെ വരികയാണെങ്കിൽ യാതൊരു വിധത്തിലും നമ്മളെ ബാധിക്കില്ല. ഇവിടുത്തെ ട്രാഫിക് പരിശ്രമങ്ങളോ കാര്യങ്ങളോ ബ്ലോക്കിങ്ങോ ഒന്നും നമ്മളെ ബാധിക്കാത്ത രീതിയിൽ നമുക്കിവിടെ എത്തിച്ചേരാൻ പറ്റും. നമ്മുടെ ബ്രിട്ടീഷ് കൗണ്ടി റിസോർട്ട്സിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പാർക്കുകളും നമുക്ക് ഒരു 4 കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇവിടുന്ന് ആക്സസിബിൾ ആണ്. നമ്മുടെ കർണാടക പാർക്കിലേക്ക് ഇവിടുന്ന് 4.5 കിലോമീറ്ററേ വരുന്നുള്ളൂ. ഈ ട്രൈബൽ മ്യൂസിയം, ബോട്ട് ഹൗസ് അതുപോലുള്ള ഒരുപാട് സംഭവങ്ങളിലേക്ക് നമുക്ക് ഇവിടുന്ന് വളരെ കുറഞ്ഞ ദൂരം നമുക്ക് ഇവിടുന്ന് യാത്രാ സമയം വരുന്നുള്ളൂ.